പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PO റെഗുലേഷൻസ് 2024 വന്ന ശേഷമുള്ള മാറ്റങ്ങളാണ്. അങ്ങനെ ആ മാറ്റങ്ങൾ പ്രതിപാദിക്കുന്ന 7ാമത്തെ ക്ലാസ്സാണിത്. ഇതിനു മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫിലാറ്റലിയാണ്. 11 ഫിലാറ്റലി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഫിലാറ്റലി ഈസ് എ ഹോബി ഓഫ് കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ് എന്നാണ്. സ്റ്റാമ്പ് കളക്ഷൻ്റെ ഹോബിയാണ് പെട്ടെന്ന് നമ്മൾ ഫിലാറ്റലി എന്ന് ഓർക്കുന്നത്. ആ വാക്ക് കേട്ട് നമുക്ക് അതാണ് ഓർമ്മ വരുന്നത്. പക്ഷെ PO റെഗുലേഷൻസ് 2024 കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് നോക്കിയാൽ ഫിലാറ്റലി ഈസ് എ സ്റ്റഡി ആൻഡ് കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്, പോസ്റ്റൽ സ്റ്റേഷനറി, പോസ്റ്റ് മാർക്സ് ആൻഡ് അതർ ഫിലാറ്റലിക് മെറ്റീരിയൽസ്. ഫിലാറ്റലി എന്ന് പറയുന്നത് സ്റ്റഡി, പഠനവും പ്ലസ് കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്. പഠനവുമാണ് കളക്ഷനുമാണ്. ഏതിനെയൊക്കെ കുറിച്ചുള്ള സ്റ്റാമ്പ്സുകളുണ്ട്, പോസ്റ്റൽ സ്റ്റേഷനറികളുണ്ട്. പോസ്റ്റൽ സ്റ്റേഷനറി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ എൻവലപ്പ്, കാർഡ്, ഇതൊക്കെ. പിന്നെ പോസ്റ്റ് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഈ പിക്ചർ, സ്ക്രീനിൽ കാണുന്ന പിക്ചർ കാണാൻ പിടികിട്ടും എന്താണ് പോസ്റ്റ് മാർക്സ് എന്ന്. പോസ്റ്റ് മാർക്സുകൾ. പിന്നെ അതർ ഫിലാറ്റലിക് മെറ്റീരിയൽസ് എന്താണെന്ന് നമ്മൾ ഇനി അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചുള്ള സ്റ്റഡിയും പ്ലസ് കളക്ഷനുമാണ് ഫിലാറ്റലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫിലാറ്റലിക് മെറ്റീരിയൽസ്. ഏതൊക്കെയാണ് ഫിലാറ്റലിക് മെറ്റീരിയൽസ് എന്ന് പറയുവാണ്. ഫിലാറ്റലിക് മെറ്റീരിയൽ ഷാൽ ബി ഇഷ്യൂഡ് ബൈ ദ പോസ്റ്റ് ഓഫീസ് ആസ് പെർ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻസ് സ്പെസിഫൈഡ് ഫ്രം ടൈം ടു ടൈം. കാലാകാലങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോസ്റ്റ് ഓഫീസ് ഫിലാറ്റലിക് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യും. അതിന് അടുത്തത് ഫിലാറ്റലിക് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് പറയുന്നത്, അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെ. ആദ്യത്തത് നമുക്കറിയാം, ഫിലാറ്റലിക് സ്റ്റാമ്പ്സുകൾ. അടുത്തത് ഫസ്റ്റ് ഡേ കവേഴ്സ്, ബ്രോഷേഴ്സ് ഓർ ഇൻഫോർമേഷൻ ഷീറ്റ്സ്, സ്പെഷ്യൽ കവേഴ്സ്, മാക്സിം കാർഡ്സ്, ആനുവൽ പാക്സ്, പോസ്റ്റൽ സ്റ്റേഷനറീസ് ആൻഡ് വേരിയസ് ഫിലാറ്റലിക് പബ്ലിക്കേഷൻസ് ആൻഡ് ആൻസിലറീസ്. ഇതിനകത്ത് പറഞ്ഞ ടേമുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ കവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കാം, എ സ്പെഷ്യൽ എൻവലപ്പ് ഓർ കാർഡ് featuring a newly issued stamp which is postmarked on the first day of the stamp's official release. അപ്പോൾ സ്റ്റാമ്പ് അത് നോക്കാം, ഈ ഫസ്റ്റ് ഡേ കവറാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഈ സ്റ്റാമ്പുകൾ, സ്പെഷ്യൽ സ്റ്റാമ്പുകൾ, കമ്മോറേറ്റീവ് സ്റ്റാമ്പുകൾ നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാമ്പുകളൊക്കെ റിലീസ് ആകുമ്പോഴത്തേക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു കവറ്, എൻവലപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇറക്കും. അതാണ് ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കവറും ആ ഒരു സ്റ്റാമ്പിൻ്റെയും അതിൻ്റെ തീമുകളൊക്കെ ഒരണക്കിരിക്കും. അപ്പോൾ ഈ പുതിയതായിട്ട് റിലീസ് ചെയ്ത സ്റ്റാമ്പും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫസ്റ്റ് ഡേ കവർ ഏകദേശം ഒരേ ആശയങ്ങൾ കാണിക്കുന്നതായിരിക്കും തീം വൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫസ്റ്റ് ഡേ കവറുകളൊക്കെ ശേഖരിച്ച് വയ്ക്കാനായിട്ട് ഇതിൻ്റെ ഫിലാറ്റലിസ്റ്റുകൾ ആഗ്രഹിക്കും. അപ്പോൾ അടുത്തത് ബ്രോഷേഴ്സ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷീറ്റ്സ് ആണ്. ഇതെന്ന് പറയുന്നത് പബ്ലിക്കേഷൻ ദാറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് പോസ്റ്റേജ് സ്റ്റാമ്പ്സ്, കമ്മോറേറ്റീവ് ഇവൻറ്റ്സ് ആൻഡ് ഫിലാറ്റലിക് ആക്ടിവിറ്റീസ്. അതായത് ഇതെന്ന് പറയുന്ന ഇൻഫർമേഷൻ ഷീറ്റ്സ് പേര് സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ഒരു സ്റ്റാമ്പ് ഇറങ്ങി, ഇത് സ്പെഷ്യൽ സ്റ്റാമ്പ്, കമ്മോറേറ്റീവ് സ്റ്റാമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന സ്റ്റാമ്പുകളാണ് കമ്മോറേറ്റീവ് സ്റ്റാമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റാമ്പ് ഇറങ്ങുമ്പോഴത്തേക്കും ആ സ്റ്റാമ്പിനെ കുറിച്ച്, അതിൻ്റെ പിന്നിലുള്ള ഈവൻറ്റ്സിനെ കുറിച്ച് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് തരുന്നതാണ് ഈ ഇൻഫർമേഷൻ ഷീറ്റ്സ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് പോസ്റ്റേജ് സ്റ്റാമ്പ്സുകൾ, കമ്മോറേറ്റീവ് ഈവൻറ്റ്സുകൾ ആൻഡ് അതർ ഫിലാറ്റലിക് ആക്ടിവിറ്റീസ്. ഇത് സ്പെഷ്യൽ കവേഴ്സ് ആണ്. സ്പെഷ്യൽ കവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കമ്മോറേറ്റീവ് സ്റ്റാമ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒരു പർട്ടിക്കുലർ ഈവൻറ്റിനെ നമ്മൾ അതിനെ ഒന്ന് ആദരിക്കാനായിട്ട്, ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാമ്പ്സുകൾ ഇറക്കാം. അതാണ് കമ്മോറേറ്റീവ് സ്റ്റാമ്പ്സുകൾ. പക്ഷേ എല്ലാ ഈവൻറ്റിനെയും അങ്ങനെ നമുക്ക് കമ്മോറേറ്റ് ചെയ്ത് സ്റ്റാമ്പുകൾ ഇറക്കാൻ ഒക്കത്തില്ല. കാരണം അത്രയും വാല്യൂ അതിനുണ്ടാവത്തില്ല. ചിലപ്പോൾ ഒരു ചെറിയൊരു മേഖലയിൽ ഉള്ളൊരു ചെറിയൊരു ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് സ്റ്റാമ്പ് ഇറക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം ഇറക്കേണ്ടി വരും. അങ്ങനെ ഒന്ന് ആദരിക്കപ്പെടേണ്ട, എന്നാൽ കുറച്ച് ലോക്കലായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഏരിയയിൽ ഒതുങ്ങുന്ന സംഭവങ്ങളെ, ഈവൻസിനെ ബഹുമാനിക്കാനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യും. സ്റ്റാമ്പോ ഇറക്കാൻ പറ്റുന്നില്ല, നമ്മൾ സ്പെഷ്യൽ കവേഴ്സ് ഇറക്കും. ആ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിനെ, ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ ഒതുങ്ങിപ്പോയ ആ ഈവൻറ്റിനെ ഒന്ന് ആദരിക്കാനായിട്ട് സ്പെഷ്യൽ കവേഴ്സ് ഇറക്കും. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ കവേഴ്സ് ഇറക്കുക വഴി ആ ഈവൻറ്റിനെ നമ്മൾ ആദരിക്കും. അപ്പോൾ ഇത് ഒരു ഫിലാറ്റലിക് മെറ്റീരിയലാണ്.
അടുത്തത് മാക്സിം കാർഡാണ്. മാക്സിം കാർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് പിക്ചർ പോസ്റ്റ് കാർഡാണ്. പിക്ചർ പോസ്റ്റ് കാർഡ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ മേളിലൊരു ആ പിക്ചർ സൈഡിലൊരു സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കും. ആ സ്റ്റാമ്പിനൊരു സ്പെഷ്യൽ ക്യാൻസലേഷൻ ഉണ്ടാവും. ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാമ്പിൽ ക്യാൻസൽ ചെയ്യത്തില്ലേ, ആ ക്യാൻസൽ ചെയ്യുന്ന ആ ഒരു പോസ്റ്റ് മാർക്കില്ലേ, അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാൻസലേഷൻ ആയിരിക്കും അതിനുണ്ടാവുക. ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റാമ്പ് ക്യാൻസൽ ചെയ്യത്തില്ലേ നമ്മളുടെ അവിടുത്തെ സീലൊക്കെ വെച്ചിട്ട്, ഇതിന് പ്രത്യേക ഒരു പോസ്റ്റ് മാർക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യമാണ് മാക്സിം കാർഡ്. ഒരു പിക്ചർ പോസ്റ്റ് കാർഡാണ്. അതിനകത്ത് ഒരു സ്റ്റാമ്പ് ഉണ്ടാവും. ആ സ്റ്റാമ്പ് ഒരു സ്പെഷ്യൽ ക്യാൻസലേഷൻ ഉണ്ടാവും. പിന്നെ ഇമേജ് ഓൺ ദ പോസ്റ്റ് കാർഡ്, ദ സ്റ്റാമ്പ് ആൻഡ് ദ പോസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് സിമിലാരിറ്റി ഉണ്ടാവും. ആ പിക്ചർ പോസ്റ്റ് കാർഡിലുള്ള ആ ഒരു പിക്ചർ, അതിനകത്തുള്ള സ്റ്റാമ്പ്, ആ സ്റ്റാമ്പ് ക്യാൻസൽ ചെയ്ത ആ സ്പെഷ്യൽ പോസ്റ്റ് മാർക്ക്, ഇതെല്ലാം ഒരു സിമിലർ സ്വഭാവമുള്ളതായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത ആൻസിലറീസ്. ആൻസിലറീസ് മീൻസ് ഐറ്റംസ് അതർ ദാൻ സ്റ്റാമ്പ്സ് ദാറ്റ് ആർ പാർട്ട് ഓഫ് ദ പോസ്റ്റൽ സിസ്റ്റം ആൻഡ് ആർ കളക്റ്റഡ് ബൈ ദ. അതായത് മറ്റുള്ള സ്റ്റാമ്പ് അല്ലാതുള്ള എന്നാൽ ഇങ്ങനെയുള്ള ഈ ഫിലാറ്റലിസ്റ്റുകളെ ആകർഷിക്കുന്ന സാധനങ്ങൾ ആൻസിലറീസ്. പിന്നെ വേരിയസ് ഫിലാറ്റലിക് പബ്ലിക്കേഷൻസ്, ഫിലാറ്റലായിട്ട് ബന്ധപ്പെട്ട പബ്ലിക്കേഷൻസുകൾ. അടുത്തത് ആനുവൽ പാക്സ്. ആനുവൽ പാക്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു പോസ്റ്റൽ അതോറിറ്റി ഇറക്കിയ മൊത്ത സ്റ്റാമ്പുകളുടെ കളക്ഷനാണ് ആനുവൽ പാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫിലാറ്റലിക് മെറ്റീരിയൽസ് ആണ് നമ്മൾ പറഞ്ഞു പോയത്. അതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ഡേ കവേഴ്സ്, ബ്രോഷേഴ്സ്, അങ്ങനെയൊക്കെ. അടുത്ത ആർട്ട് വർക്ക്സ്. ആർട്ട് വർക്കുകൾ, പ്രൂഫ്സുകൾ, പ്രോഗ്രസീവ് ഷീറ്റ്സ്, പ്രിന്റഡ് ഷീറ്റ്സ് ആൻഡ് പ്രിന്റിംഗ് പ്ലേറ്റ്സ് ഓഫ് ഫിലാറ്റലിക് സ്റ്റാമ്പ്സ് ഇതും ഉൾപ്പെടും. പ്രൂഫ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫുകൾ, എന്തെങ്കിലും പോസ്റ്റൽ പ്രൂഫുകൾ പഴയ, അതൊക്കെ ഒരു കൗതുകം ജനിപ്പിക്കുന്ന സാധനങ്ങളാണ് ഈ ഫിലാറ്റലിസ്റ്റുകൾക്ക്. പിന്നെ പ്രിന്റിംഗ് പ്ലേറ്റ്സ് ഓഫ് ഫിലാറ്റലിക് സ്റ്റാമ്പ്സുകളുടെ പ്രിന്റിംഗ് പ്ലേറ്റ്സുകൾ ഇതും അതിനകത്തുണ്ട്. പിന്നെ പോസ്റ്റ് മാർക്സ്, സ്ലോഗൻ ഡൈസ് ആൻഡ് അതർ ആർട്ടിഫാക്ട്സ് യൂസ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് ഫിലാറ്റലിക് സ്റ്റാമ്പ്. ഫിലാറ്റലിക് സ്റ്റാമ്പ്സുകളുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പോസ്റ്റ് മാർക്കുകൾ, സ്ലോഗൻ്റെ ഒക്കെ ഡൈസുകൾ. സ്ലോഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ വാക്യങ്ങളുണ്ടല്ലേ, നമ്മൾ ജയ് ജവാൻ ജയ് കിസാൻ അങ്ങനെയൊക്കെ പറയുന്ന പോലത്തുള്ള. അപ്പം അങ്ങനെയുള്ള ഈ സ്ലോഗൻ്റെ ഒക്കെ ഡൈസുകൾ അതും അതിനകത്ത് ഉൾപ്പെടും. അടുത്ത് ഇഷ്യൂവൻസ് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആണ്. ദ പോസ്റ്റേജ് സ്റ്റാമ്പ് ഷാൽ ബി ഇഷ്യൂ ഇൻ ദ ഫോളോയിങ് ടൈപ്സ്. താഴെ പറയുന്ന ടൈപ്പുകളിലാണ് പോസ്റ്റേജ് സ്റ്റാമ്പുകൾ ഇറക്കുന്നത്. അടുത്ത ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ് ആണ്. ഇത് ഡേ ടു ഡേ പോസ്റ്റൽ നീഡ്സിന് ഉപയോഗിക്കുന്ന സ്റ്റാമ്പുകളാണ് ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ആർട്ടിക്കിൾ ഒട്ടിച്ച് അയക്കുന്ന ആ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്ന സ്റ്റാമ്പുകളാണ് ഡെഫിനിറ്റീവ് സ്റ്റാമ്പുകൾ എന്ന് പറയുന്നത്. ആൻഡ് ആർ മെയ്ഡ് അവൈലബിൾ ഫോർ സെയിൽ ഫോർ എ പീരീഡ് ടിൽ സ്റ്റോക്സ് ഓഫ് എ പർട്ടിക്കുലർ സീരീസ് ലാസ്റ്റ്. പർട്ടിക്കുലർ സീരീസിൻ്റെ സ്റ്റോക്ക് തീരുന്നവരെ, ഒരു പീരീഡ് വരെ ഇങ്ങനെ സെയിലിന് അവൈലബിൾ ആണ്. വിച്ച് ഷാൽ ബി പ്രിന്റഡ് ആൻഡ് റീപ്രിന്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ആസ് പെർ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അത് പിന്നെ റീപ്രിന്റ് ചെയ്യപ്പെടും പലതരത്തിലുള്ള ഡിനോമിനേഷൻസുകളിൽ. അപ്പോൾ അതാണ് ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. മറ്റേ ഇനി പറയുന്നതിനകത്ത് ഈ റീപ്രിന്റിങ്ങിൻ്റെ കാര്യം ഉണ്ടാകില്ല. അടുത്ത കമമറേറ്റീവ് സ്റ്റാമ്പ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് കമമറേറ്റീവ് സ്റ്റാമ്പ്സ് എന്താണെന്ന്. കമമറേറ്റീവ് സ്റ്റാമ്പ്സ് ആർ പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ഇഷ്യൂ ടു കമമറേറ്റ് ആൻ ഇവൻറ്റ്. ഒരു ഇവൻറ്റിനെ ഓണർ ചെയ്യാനായിട്ട് ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീമിനെ അല്ലെങ്കിൽ പേഴ്സണേജസ്, അതായത് എന്തെങ്കിലും ഫേമസ് പേഴ്സണെ വി ഷാൽ ബി പ്രിന്റഡ് ഓൺലി വൺസ്. ഒറ്റ തവണ അത് പ്രിന്റ് ചെയ്യത്തുള്ളൂ. ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ് പോലെ അല്ല. ഇൻ ലിമിറ്റഡ് നമ്പേഴ്സ്, അത് ലിമിറ്റഡ് നമ്പേഴ്സിലായിരിക്കും. അത് സോൾഡ് ഫോർ എ ലിമിറ്റഡ് പീരീഡ്, ഒരു ലിമിറ്റഡ് പീരീഡിലേക്കായിരിക്കും അത് സെല് ചെയ്യപ്പെടുന്നത്. ആസ് മേ ബി സ്പെസിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് അത് പറയുന്നത് കാലാകാലങ്ങളിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് നടക്കുന്നതെന്ന് പറയുന്നു. ഇനി ഇത് ഫിലാറ്റലിക് കൗണ്ടേഴ്സിലൂടെ കിട്ടും, ഫിലാറ്റലിക് ബ്യൂറോയിലൂടെ കിട്ടും, ഓൺലൈൻ ചാനൽസ് വഴി കിട്ടും, പിന്നെ അതർ ഓതറൈസ്ഡ് ഓഫീസസ് വഴി ലഭ്യമാണ്. ദ കമമറേറ്റീവ് സ്റ്റാമ്പ്സ് മേ ബി കെപ്റ്റ് എസ് കളക്റ്റിബിൾ ഐറ്റംസ് ആൻഡ് മേ ബി യൂസ്ഡ് ഫോർ പേയ്മെന്റ് ഓഫ് പോസ്റ്റേജ്. ഈ കമമറേറ്റീവ് സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ ശേഖരണാർത്ഥം വെക്കുകയും ചെയ്യാം, എന്നാൽ പോസ്റ്റേജ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. കത്തുകൾ ഒട്ടിച്ച് നമുക്ക് കത്ത് അയക്കാനുള്ള ആവശ്യത്തിന് ഉപയോഗിക്കാം, നമുക്കെന്നാൽ ഒരു ശേഖരണാർത്ഥം അത് നമുക്ക് ശേഖരിച്ച് വെക്കുകയും ചെയ്യാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സ്റ്റാമ്പ്സ് ആണ്. സ്പെഷ്യൽ സ്റ്റാമ്പ്സ് ആർ പോസ്റ്റേജ് സ്റ്റാമ്പ്സ് വിച്ച് ആർ തീമാറ്റിക് ലൈക്ക് ഫ്ലോറ, ഫൗന, ആർക്കിടെക്ചർ ഓർ ആർട്ട് വിത്തൗട്ട് കമമറേറ്റിംഗ് എനി സ്പെസിഫിക് ഈവൻറ്റ്. സ്പെഷ്യൽ സ്റ്റാമ്പുകൾ എന്ന് പറയുന്നത് ആർ തീമാറ്റിക്, തീം ബേസ്ഡ് ആണ്. ഓരോ തീമനുണ്ടാവും. അത് ഫ്ലോറ, അതായത് സസ്യജാലങ്ങളുണ്ടാവും, ജന്തുജാലങ്ങളുണ്ടാവും, ആർക്കിടെക്ചറുകൾ, ആർട്ട് വിത്തൗട്ട് കമമറേറ്റിംഗ് എനി സ്പെസിഫിക് ഈവൻറ്റ്. അത് ഏതെങ്കിലും ഒരു ഈവൻറ്റിനെ കമമറേറ്റ് ചെയ്യുന്ന ആയിരിക്കത്തില്ല, അതിങ്ങനെ തീം ബേസ്ഡ് ആയിരിക്കും. അതിനകത്ത് ഇങ്ങനെ ജന്തുജാലങ്ങൾ, സസ്യജാലങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ജോയിൻറ്റ് ഇഷ്യൂ സ്റ്റാമ്പ്സ്. ജോയിൻറ്റ് ഇഷ്യൂ സ്റ്റാമ്പ്സ് ആർ പോസ്റ്റേജ് സ്റ്റാമ്പ്സ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ ഇന്ത്യ
ആൻഡ് എനി അതർ കൺട്രി ഓൺ മ്യൂച്വലി എഗ്രീഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതായത് ഇന്ത്യയും മറ്റേതെങ്കിലും ഒരു രാജ്യമായിട്ട് ഒരു മ്യൂച്വലി എഗ്രിമെൻറ്റിൽ വന്നിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ജോയിൻ്റ് ഇഷ്യൂ സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. അടുത്ത മൈ സ്റ്റാമ്പ്സ്. അത് നമുക്ക് കേട്ടുപരിചയമുണ്ട്. മൈ സ്റ്റാമ്പ്സ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഇതുണ്ട്. അതായത് ഒരു കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് അയാൾ കൊടുക്കുന്ന ഐഡിയ അനുസരിച്ച് ചെയ്തു കൊടുക്കപ്പെടും. പേഴ്സണലൈസ്ഡ്, നല്ല പേഴ്സണലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, മൈ സ്റ്റാമ്പ്സ് ആർ സച്ച് സ്റ്റാമ്പ്സ് വിച്ച് ആർ ഇഷ്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണലൈസ്ഡ് ഓർ കസ്റ്റമൈസ്ഡ് പ്രിന്റിംഗ് എലമെന്റ്സ് പ്രൊവൈഡ് ബൈ ദ കസ്റ്റമർ ഓർ പ്രൊപ്പോണന്റ് സബ്ജക്ട് ടു കൺഫർമേഷൻ ഓൺ വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ്. അതായത് കാലാകാലങ്ങളനുസരിച്ചുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ കസ്റ്റമർ തരുന്ന എലമെന്റ്സ് വെച്ചിട്ട് ഉള്ള സ്റ്റാമ്പ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കും. അപ്പം മൈ സ്റ്റാമ്പ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചൊരു ടെംപ്ലേറ്റ് ഉണ്ടാവും, ഒരു ഡിസൈൻ ഉണ്ടാവും. അതിൻ്റെ മുകളിലാണ് ഈ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എലമെന്റ്സുകൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇഷ്യൂൻസ് ഓഫ് കമ്മമറേറ്റീവ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ്. കമ്മമറേറ്റീവ് ഉള്ള പോസ്റ്റേജ് സ്റ്റാമ്പുകൾ ഇറക്കുന്നതിനെ കുറിച്ച്. എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ മേ ടെൻഡർ എ പ്രപ്പോസൽ ഫോർ ഇഷ്യൂ ഓഫ് കമ്മമറേറ്റീവ് പോസ്റ്റേജ് സ്റ്റാമ്പ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈഡ് ഫ്രം ടൈം ടു ടൈം. കാലാകാലങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ വരുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഏതൊരു സിറ്റിസനും, ഇന്ത്യയിലുള്ള ഏതൊരു സിറ്റിസനും ഒരു പ്രപ്പോസൽ വയ്ക്കാം ഒരു കമ്മമറേറ്റീവ് പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ ഇഷ്യൂവിനെ സംബന്ധിച്ച്. അപ്പോൾ ഏതൊരുത്തിനും പറയുന്നത് കേട്ട് അപ്പോൾ തന്നെ അങ്ങ് കമ്മമറേറ്റീവ് സ്റ്റാമ്പ്സ് ഇറക്കുവന്നോ? അല്ല. ആൾ സച്ച് പ്രപ്പോസൽ ഷാൾ ബി എക്സാമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ, അതായത് കാലാകാലങ്ങളിൽ ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇറക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അത് എക്സാമിൻ ചെയ്യപ്പെടും. എന്നിട്ടാണ് അത് പ്രിൻറ്റിങ്ങിൻ്റെ കാര്യം പരിഗണിക്കുന്നത്. The denominations of postage stamps shall be in consonance with domestic and international postal postage. അതായത് ഈ പോസ്റ്റേജ് സ്റ്റാമ്പുകൾ ഇങ്ങനെ പ്രിന്റ് ഇറക്കുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഡിനോമിനേഷൻ എന്ന് പറയുന്നത്, അത് ഡൊമസ്റ്റിക് ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ അങ്ങനെയുള്ള പോസ്റ്റേജിൻ്റെ റേറ്റുകളുമായിട്ട് തുല്യമായിരിക്കണം. ഒന്നും അതുമായിട്ട് ചേർന്ന് പോകണം. അല്ല തോന്നുന്ന രീതിയിലുള്ള ഡിനോമിനേഷൻ്റെ പോസ്റ്റേജ് സ്റ്റാമ്പുകൾ ഇറക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. പോസ്റ്റേജ് സ്റ്റാമ്പ് ഷാൽ ബി ഇഷ്യൂഡ് ഓൺ എ ലിവിങ് പേഴ്സണാലിറ്റി. ഇമ്പോർട്ടൻ്റ് അല്ലേ ആ പോയിന്റ്? അതായത് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ആളെ കുറിച്ചുള്ള കമ്മമറേറ്റീവ് സ്റ്റാമ്പ് ഇറക്കില്ല. അതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. സ്റ്റാമ്പ് ഡിസൈൻ ആൻഡ് ഡിനോമിനേഷൻ ഷാൽ ബി ആസ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. സ്റ്റാമ്പിൻ്റെ ഡിസൈനിങ്ങും അതിൻ്റെ ഡിനോമിനേഷനും എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി ആയിരിക്കണം. ആൾ ഫിലാറ്റലിക് സ്റ്റാമ്പ്സ്, ബ്രോഷേഴ്സ്, ഫസ്റ്റ് ഡേ കവേഴ്സ് and philatelic ancillaries shall be sold by the post office on the denoted value or on the value specified by administrative instruction from time to time. അതായത് ഈ പറഞ്ഞ സ്റ്റാമ്പുകൾ, ബ്രോഷറുകൾ, ഫസ്റ്റ് ഡേ കവേഴ്സുകൾ ഒക്കെ പോസ്റ്റ് ഓഫീസ് വഴി സെൽ ചെയ്യപ്പെടുന്നത് ആ പറഞ്ഞിരിക്കുന്ന വാല്യൂവിലായിരിക്കും, ആ ഒരു റേറ്റിലായിരിക്കും. അടുത്ത ഫിലാറ്റലിക് അഡ്വൈസറി കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റി ഷാൾ അഡ്വൈസ് ഓൺ ദ ഇഷ്യൂ ഓഫ് കമ്മമറേറ്റീവ് സ്റ്റാമ്പ്സ്, സ്പെഷ്യൽ സ്റ്റാമ്പ്സ്. ഈ സ്പെഷ്യൽ സ്റ്റാമ്പുകൾ, കമ്മമറേറ്റീവ് സ്റ്റാമ്പ്സുകൾ ഇറക്കുന്നതിനകത്ത് അഡ്വൈസ് കൊടുക്കുന്നത് ഈ ഫിലാറ്റലിക് അഡ്വൈസറി കമ്മിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെയാണ് ആ ഗൈഡ് ലൈൻസ് വരുന്നത്. ഇവിടെ നിന്നാണ് വരുന്നത് ആക്ച്വലി എന്തൊക്കെ ഇറക്കണം, എങ്ങനെ ഇറക്കണം, എപ്പോൾ ഇറക്കണം എന്നൊക്കെ. ദ യൂണിയൻ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഷാൾ ബി ദ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദ ഫിലാറ്റലിക് അഡ്വൈസറി കമ്മിറ്റി. അതായത് ഇതിൻ്റെ ചെയർപേഴ്സൺ, എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദ ഫിലാറ്റലിക് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ മിനിസ്റ്റർ ഇൻ ചാർജാണ്. എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അതായത് ആ ഒരു പൊസിഷൻ, അതായത് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന പൊസിഷൻ, ആളുടെ പൊസിഷൻ കൊണ്ട് ഇതിൻ്റെ ഈ ഒരു ചെയർപേഴ്സണായിട്ട് അംഗീകരിക്കപ്പെടും. അതാണ് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ മിനിസ്റ്റർ ഇൻ ചാർജാണ്. ആൻഡ് ഷാൾ നോമിനേറ്റ് ദ ഒഫീഷ്യൽ. പുള്ളിയാണ് നോമിനേറ്റ് ചെയ്യുന്ന ആരൊക്കെ? ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റിയുടെ ഒഫീഷ്യലും നോൺ ഒഫീഷ്യലും ആയിട്ടുള്ള മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഈ ചെയർപേഴ്സൺ, എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സണാണ് ആസ് പെർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഒഫീഷ്യലും ഉണ്ട്, അതിനകത്ത് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും ഉണ്ട്. ഒഫീഷ്യൽ DOP എന്നുണ്ട്, അല്ലാതെയുള്ള പുറത്തുനിന്നുള്ളതുണ്ട്. അടുത്തത് മാനർ ഓഫ് അഫിക്സിങ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ്. ഇത് സ്റ്റാമ്പുകളുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേം ആയതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഇതങ്ങ് പറഞ്ഞു പോകുന്നത്. സ്റ്റാമ്പ്സ് അഫിക്സഡ് to an item must be completely adherent to the item itself and not to any part of its contents or any separate label or other device tied or attached to the item. എന്താ പറയുന്നത്? സ്റ്റാമ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു ഐറ്റത്തിൽ ഒട്ടിയിരിക്കണം
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല വേറെ ലേബലിലോട്ടും മാറിക്കിടക്കുകയോ ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റാമ്പ് ഷുഡ് ബി അഫിക്സഡ് ടു ദ റൈറ്റ് ഹാൻഡ് ടോപ്പ് കോർണർ ഓഫ് ദ അഡ്രസ് സൈഡ്. അത് വേണ്ട ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റാമ്പ് എവിടെയൊക്കെ ഒട്ടിക്കുന്നു പറഞ്ഞിട്ട് ഓപ്ഷൻ തരും. അപ്പോൾ അതിൻ്റെ ഉത്തരം റൈറ്റ് ഹാൻഡ് ടോപ്പ് കോർണർ ഓഫ് ദ അഡ്രസ് സൈഡ് എന്നാണ് ഉത്തരം. പ്രൊവിഷൻസ് ഓഫ് ദിസ് റെഗുലേഷൻ ഷാൾ അപ്ലൈ ടു ഫ്രാങ്കിങ് ഓഫ് ഐറ്റംസ് ഇൻ, അതായത് ഈ ഫ്രാങ്കിങ് ഇംപ്രഷനും ഇതേ സെയിം സ്ഥലത്ത് തന്നെയാണ് വരുന്നതെന്ന് അർത്ഥം. ദ പ്രൈസ് ഓഫ് പോസ്റ്റേജ് സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റേഷനറി. പോസ്റ്റേജ് സ്റ്റാമ്പ്സ്, പോസ്റ്റ് കാർഡ്, ലെറ്റർ കാർഡ് ആൻഡ് എയറോഗ്രാം ഷാൾ ബി സോൾഡ് ഫോർ ദ ഡിനോട്ടഡ് വാല്യൂ ഓഫ് ദ സ്റ്റാമ്പ്സ് വിച്ച് ദേ ബെയർ. അതായത് സ്റ്റാമ്പുകളും പോസ്റ്റ് കാർഡുകളും ലെറ്റർ കാർഡുകളും എയറോഗ്രാമൊക്കെ അതിനകത്ത് ഡിനോട്ട് ചെയ്യപ്പെട്ട വാല്യൂയിലായിരിക്കും അത് വിൽക്കപ്പെടുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ ഫിലോറ്റലി എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ തീർന്നിരിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള പോർഷനാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. കമ്മോഡിറ്റി സ്റ്റാമ്പ്സ് കുറച്ച് പുതിയ ടേംസുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളെ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.